കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ നിയമനത്തിൽ ഉരുണ്ടുകളിച്ച് ഇടത് സർക്കാർ. അനിതയ്ക്ക് കോഴിക്കോട് തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ്. എന്നാൽ കോഴിക്കോട് എവിടെ നിയമനം നൽകുമെന്ന് വ്യക്തമായിട്ടില്ല. കോടതി വിധി പരിശോധിക്കാൻ സമയമെടുത്തതാണ് തീരുമാനം നീളാൻ കാരണമെന്നും ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി ശിവദാസ് കരുമനം ചേരുകയാണ്. ശിവദാസ്, പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണോ? കഴിഞ്ഞ 6 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ അനിത സമരത്തിലാണ്. കാരണം ഇവിടെ പീഡനവുമായി ബന്ധപ്പെട്ട് പീഡനത്തിന് ഇരയായ അതിജീവിതയ്ക്ക് ഒപ്പം നിന്നു എന്നതിന്റെ പേരിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവർ പല രീതിയിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഇവർക്ക് എതിരെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഇവർ പിന്നീട് ആ അതിജീവിതയ്ക്ക് ഒപ്പം ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. പിന്നീട് നിയമപരമായ നടപടികളിലേക്ക് അവർ നീങ്ങി. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അവർക്ക് അനുകൂലമായ വിധി വന്നു. അപ്പോഴും സർക്കാർ ഇവർക്ക് തിരിച്ച് നിയമനം നൽകാൻ ഒരു നടപടികൾ എടുത്തിരുന്നില്ല. നിലവിൽ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്. ഈ നഴ്സിംഗ് ഓഫീസറായ ഇവർ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി നില ഉറപ്പിക്കുകയും ആ രീതിയിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതോടെയാണ് ഇവർ സർക്കാരിനെ അനഭിമതയായി തീർന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് എതിരെ നിരവധി നടപടികൾ എടുത്തിരുന്നു. പിന്നീട് ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി നേടി. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായ വിധി നേടി ഇവർക്ക് നിയമനം തിരികെ നൽകണം എന്ന് ഹൈക്കോടതിയും പറഞ്ഞു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇവർ പിന്നീട് മെഡിക്കൽ കോളേജിന് മുൻപിൽ അതിജീവിതയ്ക്ക് ഒപ്പം തന്നെ ഇവിടെ സമരത്തിലായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി സമരത്തിൽ ആണ്. ഇപ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് കോഴിക്കോട് തന്നെ നിയമനം നൽകും എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായി ഈ നിയമനം എവിടെ നൽകും എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. കോഴിക്കോട് നിയമനം നൽകും എന്ന് മാത്രമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കോടതി നടപടികളും അതോടൊപ്പം തന്നെ കോടതിയുടെ വിധിയും പരിശോധിക്കുന്നതിന് വേണ്ടി സമയമെടുത്തു. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ വൈകിയത് എന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നീതി ലഭിച്ചതിൽ സന്തോഷം ഉണ്ട് എന്ന് അനിത പ്രതികരിച്ചു. പക്ഷേ നിലവിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നത് ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ പുനഃപരിശോധനാ ഹർജി കൂടി നൽകിയിട്ടുണ്ട്. ഇവരുടെ നിയമന കാര്യത്തിൽ സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജി കൂടി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പാണ് എന്നത് വ്യക്തമാണ്. ഈ കാര്യത്തിൽ ഇവരുടെ നിയമന കാര്യത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ് എന്നത് വ്യക്തമാണ്. കാരണം ഇവർക്ക് ജോലി നൽകാതിരിക്കാൻ അല്ലെങ്കിൽ തിരികെ നിയമനം നൽകാതിരിക്കാനുള്ള ഇടപെടൽ സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യം പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായൊരു സമ്മർദ്ദവും പ്രതിഷേധവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇത് കണക്കിലെടുത്താണ് നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്നും ഇവർക്ക് അനുകൂലമായ ഒരു വിധി വന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ നിയമനം നൽകാതിരിക്കാനുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതി വഴി തന്നെ നടത്തുന്നു എന്നത് കൃത്യമായൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് KP. തിരുവനന്തപുരത്ത് നിന്നും ശിവദാസ് കരുമനമാണ് വിവരങ്ങൾ നൽകിയത്.